കഴിഞ്ഞ ദിവസം കണ്ടാണ് പ്രേക്ഷകർ സൊമാറ്റോ സിഇഒ ദീപേന്ദർ ഗോയലും ഭാര്യയുമൊക്കെ ഫുഡ് ഡെലിവറിക്ക് പോകുന്ന കാഴ്ചകളൊക്കെ. അപ്പോൾ പലയിടത്തും അദ്ദേഹം ഫുഡ് എത്തിക്കുന്നു, ആ യാത്ര ആസ്വദിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹം കൃത്യമായിട്ട് മറ്റൊരു കാര്യം കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഫുഡ് ഡെലിവറി ഏജൻറ്റ്സ് അവരുടെ ഒരു ജീവിതത്തിലെ കുറച്ചുകൂടി പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ മനസ്സിലാക്കാൻ കൂടി ദീപേന്ദർ ഗോയലിന് കഴിഞ്ഞു എന്നതാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഈ ബാഗുമായി പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളാണ്. ഇപ്പോൾ വലിയ മാളുകളോ അല്ലെങ്കിൽ വലിയ ഓഫീസൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് ഗേറ്റിലൂടെ അല്ലെങ്കിൽ ആദ്യത്തെ മുൻവാതിലൂടെ കയറ്റാൻ പോലും പലപ്പോഴും തയ്യാറാകുന്നില്ല, കാത്തിരിക്കേണ്ടി വന്നു, നിലത്തിരിക്കേണ്ടി വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെയാണ് ആ ദൃശ്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ പങ്കുവച്ചതാണ്. അക്ഷയ ബിജു നമുക്കിപ്പോൾ അക്ഷയ, ആദ്യം അദ്ദേഹം പങ്കുവച്ചത് ചിത്രങ്ങളൊക്കെ ഈ യാത്രയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, ഭക്ഷണം എത്തിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെയാണ്. പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലെ പുറകിലൂടെ കയറിപ്പോകേണ്ടി വന്നത്. ഇപ്പോൾ മറ്റ് സഹപ്രവർത്തകർക്കൊപ്പം അദ്ദേഹം കുറച്ചു നേരം ഫോണിൽ നോക്കിയിരിക്കുന്നതൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫുഡ് ഡെലിവറി ഏജൻറ്റ്സ് പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് പോലും പലപ്പോഴും മോശം പെരുമാറ്റമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല അനുഭവങ്ങളും കണ്ടിട്ടുണ്ട്. ബർത്ത്ഡേ കേക്കൊക്കെ അത്ഭുതമായി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സൊമാറ്റോ പോലെ അതിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്നയാൾ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയുന്നത് നല്ലതാണ് അല്ലേ? ആ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അതിനൊരു പരിഹാരം കൂടി അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് അല്ലേ? തീർച്ചയായിട്ടും ദിവിഷേട്ടാ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും ഒരു ജോലി അത് ചെയ്തു നോക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാവൂ എന്നുള്ളത്. ഇവിടെ അദ്ദേഹം ചെയ്തതിന് പെട്ടെന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ അതേപ്പറ്റി തന്നെയാണ് ഓർമ്മ വന്നത്. കാരണം ആ ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് അത് ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നടക്കുന്നത് ഗുരുഗ്രാമിലെ ആംബിയൻസ് മോളിലാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അദ്ദേഹം ഭക്ഷണവുമായി എത്തുകയാണ്. മുമ്പിലത്തെ എൻട്രൻസിൽ കൂടെ കയറിപ്പോകാൻ സെക്യൂരിറ്റി അനുവദിക്കുന്നില്ല. മറ്റൊരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അത് സ്വാഭാവികമായിട്ടും സ്റ്റെപ്പുകളാണ്, ലിഫ്റ്റ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ അവിടെ ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ ഒരു കുറിപ്പ് എക്സിലൂടെ പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആ നിലത്തിരുന്ന സമയത്ത് ഞാൻ മറ്റുള്ള ആളുകളോട് സംസാരിച്ചു, അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടി മനസ്സിലാക്കി എന്നുള്ളതാണ്. പക്ഷേ ആ കുറിപ്പ് പങ്കുവച്ചപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ മാളിൻ്റെ ഉടമകൾ ഇങ്ങനെ സൊമാറ്റോ ഏജന്റുമാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കളക്ടിംഗ് പോയിന്റ് ഒരുക്കാൻ തയ്യാറായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് കാര്യം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റുള്ളവരോടും ആവശ്യപ്പെടുന്നത് എല്ലാവരും ഇതിന് സഹകരിക്കണമെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല ഹോട്ടലുകളുടെയും മുന്നിൽ വെയിലാണെങ്കിലും മഴയാണെങ്കിലും പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകളെ, ഇത്തരം ഭക്ഷണ വിതരണ ശൃംഖലയിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി സാഹചര്യങ്ങളും അവരോടൊക്കെ കുറച്ചുകൂടെ മനുഷ്യത്വപരമായ പെരുമാറ്റവും ഒക്കെ എല്ലാ മേഖലകളിൽ നിന്നും അനിവാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരിയാണ്. എന്തായാലും അദ്ദേഹം ചെയ്ത നല്ല കാര്യമാണ്. നേരിട്ടറിഞ്ഞ് അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുക. അദ്ദേഹം തന്നെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളും ഒക്കെ അതിനൊരു ഒരു സംവിധാനമൊക്കെ ഒരുക്കാൻ മുന്നോട്ട് വരുന്നത് നല്ല കാര്യമാണ്. അത് കേരളത്തിലടക്കം അത് പ്രാവർത്തികമാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി അക്ഷയ.